കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ മുടങ്ങുമെന്ന ആശങ്ക. കോടികളുടെ കുടിശ്ശിക വരുത്തിവെച്ചതോടെ ഹൃദയ ശസ്ത്രക്രിയക്കുള്ള സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആശുപത്രിക്ക് കൈമാറാൻ മടിച്ച് വിതരണ ഏജൻസികൾ. ഉപകരണങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും. കാത്ത് ലാബിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തതിന് വിവിധ ഏജൻസികൾക്ക് 7 കോടിയോളം രൂപയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകാനുള്ളത്. കഴിഞ്ഞ 12 മാസത്തെ കുടിശ്ശികയാണിത്. ഏജൻസികൾ പലതവണ ആശുപത്രി സൂപ്രണ്ടിനെയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സമീപിച്ചെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല. മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തിൽ ശരാശരി 80 ആൻജിയോപ്ലാസ്റ്റി വരെ നടക്കുന്നുണ്ട്. ഇതിന് 100-ലധികം സ്റ്റെന്റ് ആവശ്യമായി വരും. ആശുപത്രിയിൽ നിലവിലുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് വെള്ളിയാഴ്ചയോടെ തീരും. പിന്നീട് ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ വിതരണ ഏജൻസികൾ കനിയണം. ജില്ലയിലുള്ള രോഗികൾക്ക് പുറമെ ഗൂഡല്ലൂർ, മണ്ണാർക്കാട് ഭാഗങ്ങളിലുള്ളവരും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ നിരവധി രോഗികളുടെ ഹൃദ്രോഗ ചികിത്സ മുടങ്ങും. 2023 ഡിസംബർ 31 വരെയുള്ള കുടിശ്ശികയെങ്കിലും തീർക്കാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടെന്ന നിലപാടിലാണ് ഏജൻസികൾ. വിതരണ ഏജൻസികളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ സപ്ലയേഴ്സ് ആൻഡ് ഡിവൈസസിന്റെ നേതൃത്വത്തിൽ ഉപകരണങ്ങളുടെ വിതരണം തുടരാനാവില്ലെന്ന് കാണിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മെയ് 27-നാണ് അസോസിയേഷൻ അവസാനമായി അധികൃതരെ സമീപിച്ചത്. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ആശുപത്രി അധികൃതർക്ക് ഒന്നും ചെയ്യാനാകില്ല. സ്റ്റെന്റ്, കൊറോണറി ബലൂൺ, പേസ് മേക്കർ, കത്തീറ്റർ തുടങ്ങിയ ശസ്ത്രക്രിയ കാത്ത് ലാബ് ഉപകരണങ്ങളാണ് ഏജൻസി വിതരണം ചെയ്യുന്നത്. കോടികളുടെ കുടിശ്ശിക വരുത്തിയതിനാൽ ഏജൻസികൾക്ക് ഉപകരണം നൽകുന്നതിന് പ്രയാസമുണ്ടെന്ന് വിവിധ കമ്പനികൾ അറിയിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ സപ്ലയേഴ്സ് ആൻഡ് ഡിവൈസസ് വിഷയത്തിൽ ഇടപെട്ടത്. കാസ്പ്, കാരുണ ബെനവലന്റ് ഫണ്ട് എന്നീ പദ്ധതിയിലായി ലഭിക്കാനുള്ള ഭീമമായ തുക നൽകാൻ സർക്കാർ മടിച്ചതാണ് ആശുപത്രിയിലെ പ്രതിസന്ധിക്ക് കാരണം. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.